മഹാഭാരതം 4:2 ബ്രഹ്മാവിന് ഭഗവാന്റെ ഉപദേശം തൊഴിൽ മതത്തിന്റെ രഹസ്യം. അപ്പോൾ ദേവന്മാരും ഋഷിമാരും ഗുരുവിനോട് ചോദിച്ചു, ഹേ ഭഗവാനെ, ധർമ്മം ഒരു കാലിൽ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെ നടക്കാൻ കഴിയും? ഇത് പറയൂ. ഭഗവാൻ മറുപടി പറഞ്ഞു, ഹേ ദേവന്മാരിൽ ശ്രേഷ്ഠ, വേദങ്ങൾ, യാഗങ്ങൾ, തപസ്സുകൾ, സത്യം, യാഗം, അഹിംസ, മതം എന്നിവ പ്രസംഗിക്കുന്നിടത്തെല്ലാം നിങ്ങൾ സേവിക്കണം. ഒരു അനീതിയും നിങ്ങളെ സ്പർശിക്കരുത്. വ്യാസൻ പറഞ്ഞു, ഭഗവാന്റെ ആജ്ഞപ്രകാരം ദേവന്മാരും ഋഷിമാരും ഭഗവാനെ ആരാധിക്കുകയും അവർക്ക് ഇഷ്ടമുള്ളത്ര രാജ്യങ്ങളിലേക്ക് പോകുകയും ചെയ്തു. ദേവന്മാർ പോയപ്പോൾ ബ്രഹ്മാവ് മാത്രം അവശേഷിച്ചു. ഒരു വലിയ കുതിരയുടെ മുഖത്തോടെ ഭഗവാൻ അനിരുദ്ധന്റെ രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം ശംഖവേദം പാരായണം ചെയ്യുകയായിരുന്നു. കയ്യിൽ ഒരു ജലപാത്രവും ത്രിശൂലവും ഉണ്ടായിരുന്നു. അനന്ത ഹസഗ്രീവനെ കണ്ടപ്പോൾ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും ഭരണാധികാരിയുമായ ബ്രഹ്മാവ് പ്രപഞ്ചത്തിന്റെ ക്ഷേമം ആഗ്രഹിച്ചുകൊണ്ട് കൈകൾ കൂപ്പി അവന്റെ മുന്നിൽ വണങ്ങി. ഭഗവാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ഭഗവാന്റെ വാക്കുകൾ, ഹേ ബ്രഹ്മാവേ, പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളെയും നിയമങ്ങളെയും ക്രമത്തിൽ ധ്യാനിക്കൂ. എല്ലാ ജീവജാലങ്ങളുടെയും പിതാവാണ് നീ, മുഴുവൻ പ്രപഞ്ചത്തിന്റെയും നാഥനും യമാനനുമാണ് നീ. ഹസാഗ്രീവൻ ഇങ്ങനെ പറഞ്ഞു അവിടെ അന്തര്യാമിയായി. അദ്ദേഹത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ബ്രഹ്മാവ് താമസിയാതെ തന്റെ ലോകത്തിലേക്ക് പോയി. അങ്ങനെ ഈ മഹാനും ശാശ്വതനുമായ പത്മനാഭ പരിത്യാഗം ഏറ്റവും മികച്ചതായി മാറി. അവൻ നിത്യനും ശാശ്വത ത്യാഗിയുമാണ്, അക്ഷയമായ മതത്തിന്റെ അഭയം. അവൻ ലോകത്തിന്റെ സ്രഷ്ടാവാണ്, ലോകത്തിന്റെ മതത്തിന്റെ സ്ഥാപകനാണ്. അവൻ അതിന്റെ ആരംഭവും മധ്യവും അവസാനവുമാണ്. അവൻ ദ്രവ്യത്തിന്റെയും അതിന്റെ ഹൃദയത്തിന്റെയും ഉറവിടമാണ്. അവൻ സ്രഷ്ടാവാണ്, അതിന്റെ പ്രവൃത്തിയാണ്. ഒരു യുഗത്തിന്റെ അവസാനം അവൻ എല്ലാ ലോകങ്ങളെയും നശിപ്പിക്കുകയും നിഷ്ക്രിയനാകുകയും ചെയ്യുന്നു. ഒരു യുഗത്തിന്റെ തുടക്കത്തിൽ അവൻ ഉണർന്ന് ലോകങ്ങളെ സൃഷ്ടിക്കുന്നു. ആ മഹാനും ശുദ്ധനുമായ പരമാത്മാവിന് നമസ്കാരം. അവൻ ലോകത്തിന്റെ രൂപവും എല്ലാ ദേവന്മാരുടെയും വാസസ്ഥലവുമാണ്. അവൻ മഹാന്മാരുടെ നാഥനാണ്, എല്ലാ രുദ്രരുടെയും ഭർത്താവാണ്. ആദിത്യന്റെ നാഥൻ, വസുതന്റെ നാഥൻ, അശ്വിനെയും മരുത്തിനെയും അധിപൻ, വേദങ്ങളുടെ നേതാവ്, വേദാന്തങ്ങളുടെ നേതാവ്, സമുദ്രത്തിൽ നിത്യവാസി, ഹരി, നീണ്ട മുടിയുള്ളവൻ, ശാന്തൻ, എല്ലാ ജീവജാലങ്ങളെയും മോചനത്തിലേക്ക് നയിക്കുന്നു, കപരതി, വരാഹൻ, ഒറ്റക്കൊമ്പൻ, ജ്ഞാനി, സർവവ്യാപി, ഹസാഗ്രീവൻ, ചതുർമുഖൻ, നിഗൂഢൻ, ജ്ഞാനം ദർശകൻ, അക്ഷരൻ, ക്ഷരൻ. ഈ അമർത്യനായ ഭഗവാൻ എല്ലായിടത്തും അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു. ജ്ഞാനത്തിന്റെ കണ്ണുകളാൽ അറിയപ്പെടേണ്ട പരമഭ്രമണനാണ് അവൻ. ജ്ഞാനത്തിന്റെ കണ്ണുകളാൽ ഞാൻ അവനെ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഹേ ശിഷ്യന്മാരെ, എന്റെ വാക്കുകൾ അനുസരിച്ച് ചെയ്യുക. ഭഗവാൻ ഹരിയെ സേവിക്കുക. വേദങ്ങളുടെ വാക്കുകൾ ഉപയോഗിച്ച് അവനെക്കുറിച്ച് പാടുക. നിയമങ്ങൾ അനുസരിച്ച് അവനെ ആരാധിക്കുക. വൈശംപായനൻ പറഞ്ഞു, ഹേ രാജാവേ, വേദവ്യാസൻ തന്റെ എല്ലാ ശിഷ്യന്മാരോടും ഏറ്റവും ഭക്തനായ മകൻ ശുഗുവിനോടും ഈ വാക്കുകൾ പറഞ്ഞു. നമ്മുടെ ഗുരു ഋഗ്വേദത്തിൽ നിന്ന് അദ്ദേഹത്തെ സ്തുതിച്ചു. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേട്ടു. ദേവഗുരു ഭഗവാനെ ഈ രീതിയിൽ ആരാധിക്കുകയും സന്തോഷകരമായ ഹൃദയത്തോടെ പറഞ്ഞു, ഇത് കേൾക്കുന്നവൻ, പറയുന്നവൻ മായയിൽ നിന്ന് മുക്തനാണ്, ഭക്തനാകുന്നു, രൂപശക്തി പ്രാപിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, ബന്ധനബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുന്നു. ഇന്ദ്രിയജീവികളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നു. ദീർഘായുസ് ആഗ്രഹിക്കുന്നവന് ദീർഘായുസ് ലഭിക്കുന്നു. ബ്രാഹ്മണൻ എല്ലാ വേദങ്ങളിലും പ്രാവീണ്യമുള്ളവനാകുന്നു. ക്ഷത്രിയർ വിജയം കൈവരിക്കുന്നു. വൈശ്യർ സമൃദ്ധമായ സമ്പത്ത് നേടുന്നു. ശൂദ്രൻ സന്തോഷം കണ്ടെത്തുന്നു. കുട്ടികളില്ലാത്തവന് ഒരു പുത്രനെ ലഭിക്കുന്നു. കന്യകക്ക് ആഗ്രഹിച്ച ഭർത്താവിനെ ലഭിക്കുന്നു. ഗർഭിണി സന്തോഷത്തോടെ ഒരു പുത്രനെ പ്രസവിക്കുന്നു. വന്ധ്യയായ സ്ത്രീക്ക് പുത്രന്മാരെയും പേരക്കുട്ടികളെയും ലഭിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവൻ സുരക്ഷിതമായി വഴി മുറിച്ചുകടക്കുന്നു. എന്തും ആഗ്രഹിക്കുന്നവൻ തീർച്ചയായും നിറവേറ്റപ്പെടുന്നു. ഭഗവാന്റെ മഹത്വങ്ങൾ പാടുന്ന ഭക്തൻ മഹാഋഷിമാരുടെ വാക്കുകളും ഋഷിമാരുടെയും ദേവന്മാരുടെയും സമ്മേളനത്തിന്റെ കഥകളും കേൾക്കുന്നു. അയാൾക്ക് അതിയായ സന്തോഷം അനുഭവപ്പെടുന്നു. ഭഗവാൻ അർജുനനോട് തന്റെ പേരിന്റെ ഉത്ഭവത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് പറഞ്ഞു. ജനമേജൻ പറഞ്ഞു, സ്വാമി, തന്റെ ശിഷ്യന്മാരോടൊപ്പം മധുസൂദനനെ സ്തുതിക്കുമ്പോൾ വ്യാസൻ ഉപയോഗിച്ച പേരുകളുടെ അർത്ഥങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ചിത്രശലഭങ്ങളുടെ ഭർത്താവായ ശ്രീഹരിയുടെ ഈ നാമവും പ്രാധാന്യവും കേട്ട് മനസ്സിലാക്കിയ ഞാൻ ശ്രീ സച്ചചന്ദ്രനെപ്പോലെ ശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നു. വൈശംപായനൻ മറുപടി പറഞ്ഞു, ശ്രീഹരി തന്റെ ഗുണങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി തന്റെ നാമത്തിന്റെ അർത്ഥം വിശദീകരിച്ചപ്പോൾ ശത്രുയോദ്ധാക്കളെ നശിപ്പിക്കുന്ന അർജുനൻ മഹാത്മാ കേശവനോട് ചോദിച്ചു, ഹേ ഭഗവാൻ, എല്ലാ ജീവജാലങ്ങളുടെയും സ്രഷ്ടാവേ, എല്ലാ ജീവജാലങ്ങളുടെയും സ്രഷ്ടാവേ, ലോകത്തിന്റെ നാഥനെ, ലോകത്തിന്റെ നാഥനെ, ലോകത്തിന്റെ നാഥനെ, ലോകത്തിന്റെ ഭയമില്ലാത്തവനെ. മഹാഋഷിമാർ ഉച്ചരിച്ചതും വേദങ്ങളിലും പുരാണങ്ങളിലും കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ടതുമായ അങ്ങയുടെ നാമങ്ങളുടെ അർത്ഥം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഹേ ഭഗവാൻ, ഈ നാമങ്ങളുടെ അർത്ഥം മറ്റാർക്കും വിശദീകരിക്കാൻ കഴിയില്ലേ? ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അല്ലയോ അർജുന, ഋഗ്വേദം, യൗർവേദം, അഥർവവേദം, സാമവേദം, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ജ്യോതിഷം, സാങ്ക്യം, യോഗ, ആയുർവേദം എന്നിവയിൽ മഹർഷിമാർ എന്റെ പല നാമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ എന്റെ ഗുണങ്ങളെ വിവരിക്കുന്നു, ചിലർ എന്റെ പ്രവൃത്തികളെ വിവരിക്കുന്നു. ഹേ ശുദ്ധർ അർജുന, കർമ്മത്തിന്റെ പേരിന്റെ അർത്ഥം ഞാൻ നിന്നോട് പറയാം, ശുദ്ധമായ ഹൃദയത്തോടെ കേൾക്കൂ. ഓർമ്മശക്തിയുള്ള ഋഷിമാർ നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? പ്രപഞ്ചത്തിന്റെ രൂപവും രൂപരഹിതവും ഗുണങ്ങളില്ലാത്തതുമായ നാരായണന്റെ മഹാവതാരത്തിന് നമസ്കാരം. അവന്റെ കൃപയാൽ ബ്രഹ്മാവ് ജനിച്ചു, രുദ്രൻ കോപത്തിൽ നിന്ന് ജനിച്ചു. അവൻ പരമാത്മാവാണ്, 8 ഗുണങ്ങളുള്ള സത്യം. അവൻ എന്റെ പരമപ്രകൃതിയാണ്, ദിവ്യലോകവും അവന്റേതാണ്. അവന്റെ യോഗ സ്വഭാവം, അതായത് അവന്റെ നെറ്റിയിൽ നിന്ന് കോപാകുലനും വിനാശകനുമായ ആ രുദ്രൻ ജനിച്ചു, ദിവസം നശിപ്പിക്കാൻ. ഹേ പാണ്ഡവരെ, ഞാൻ മുഴുവൻ ലോകത്തിന്റെയും ആത്മാവാണ്, അതിനാൽ ഞാൻ രുദ്രനെ, ആത്മാവിനെ ആരാധിക്കുന്നു. കിഴക്കൻ ദേവന്മാരുടെ തലവനും മഹാദാതാവുമായ ശിവനെ ഞാൻ ആരാധിക്കുന്നില്ലെങ്കിൽ ആർക്കും അവനെ ആരാധിക്കാൻ കഴിയില്ല. ആളുകൾ എന്നെ അനുസരിക്കുക, വാക്കുകളെ ബഹുമാനിക്കണമോ? അതുകൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നത്. അവയെ അറിയുന്നവൻ എന്നെ അറിയുന്നു, എന്നെ പിന്തുടരുന്നവൻ എന്നെ പിന്തുടരുന്നു. രുദ്ര, നാരായണൻ ഇവ രണ്ടും ഒരു സത്യമാണ്, എല്ലാ പ്രവൃത്തികളിലും ഒന്ന്. നിങ്ങൾക്ക് എനിക്ക് മറ്റെന്തെങ്കിലും ദാനം നൽകാൻ കഴിയില്ലേ? ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രശസ്തനായ രുദ്രനെ, എന്നെ എന്റെ മകനായി ആരാധിക്കുന്നു. വിഷ്ണു സ്വന്തം ആത്മാവല്ലാതെ മറ്റേതെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ രുദ്രനെ ആരാധിക്കുന്നത്. ബ്രഹ്മാവ്, രുദ്ര, ഇന്ദ്രൻ, ഈ ദേവന്മാരും ഋഷികളും പരമദേവനായ നാരായണനെ ആരാധിക്കുന്നു. വരുന്നു, അത് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും വിഷ്ണു എല്ലാവർക്കും പരമോന്നതനാണ്. സേവകർ, ആരാധകർ യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു. വിഷ്ണുവിനെ ആരാധിക്കുക, കീഴടങ്ങുന്നവനെ ആരാധിക്കുക, വരങ്ങൾ നൽകുന്നവനെ ആരാധിക്കുക, യാഗങ്ങളിൽ ആസ്വദിക്കുന്നവനെ ആരാധിക്കുക. 4 തരം ആളുകൾ എന്റെ ഭക്തരാണ്. ഏക, അതുല്യ ദേവതകളാണ് ഇവരിൽ ഏറ്റവും മികച്ചത്. ഞാൻ അവരുടെ കടമയായതിനാൽ അവർ യാതൊരു ആഗ്രഹവുമില്ലാതെ അവരുടെ കടമ ചെയ്യുന്നു. മറ്റ് 3 ശിഷ്യന്മാരും ദുഷ്ടരാണ്, മതത്തിൽ നിന്ന് വീണുപോയി. എന്നാൽ ജ്ഞാനിയാണ് ഏറ്റവും മികച്ചത്. ജ്ഞാനികൾ ബ്രഹ്മാവിനെ ആരാധിക്കുന്നുണ്ടോ? നീലകണ്ഠനോ മറ്റേതെങ്കിലും ദേവനോ? അവൻ പരമാത്മാവായ എന്നെ പ്രാപിക്കുന്നു. ഇതാ എന്റെ ഭക്തരെക്കുറിച്ചുള്ള ഈ പ്രത്യേക കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹേ ഗൗതമ, നിന്നെയും എന്നെയും നരനാരായണനായി കണക്കാക്കുക. ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ നമ്മൾ ഇപ്പോൾ മനുഷ്യശരീരം സ്വീകരിക്കുന്നു. ആത്മീയ യോഗങ്ങളെ എനിക്കറിയാം. ഞാൻ ആരാണെന്നും ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്നും എനിക്കറിയാം. മരണത്തിലേക്ക് നയിക്കുന്ന ധർമ്മത്തെയും സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ധർമ്മത്തെയും മനുഷ്യായുസ്, ലക്ഷ്യം എന്ന് വിളിക്കുന്നു. ഇതാണ് ശാശ്വതമായ ഞാൻ. ഇതാണ് പിതാവിന്റെ അസ്തിത്വവും മനുഷ്യന്റെ ദാതാവും. മുമ്പ് ഇത് എന്റെ വാസസ്ഥലമായിരുന്നു. ഞാൻ നാരായണനാണ്. സൂര്യൻ തന്റെ കിരണങ്ങളാൽ ലോകത്തെ മുഴുവൻ മൂടുന്നതുപോലെ ഞാൻ ലോകത്തെ മുഴുവൻ മൂടുകയും എല്ലാ ജീവികളിലും വസിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞാൻ വാസുദേവനാണ്. ഹേ ഇന്ത്യ, ഞാൻ എല്ലാ ജീവികളുടെയും സ്ഥലമാണ്. ജനനത്തിനും മരണത്തിനും കാരണക്കാരനാണ് ഞാൻ. ദേവലോകത്തിൽ ഞാൻ വ്യാപിച്ചിരിക്കുന്നു. ഞാൻ എല്ലാറ്റിനുമുപരിയാണ്. ഞാൻ എല്ലാ ജീവികളിലും ഉപരിയായതിനാൽ ഞാൻ വിഷ്ണുവാണ്. മതത്തിലൂടെ പൂർണ്ണത തേടുന്നവരും ദേവന്മാരിലും ഭൂമിയിലും ആന്തരിക ലോകത്തിലും പൂർണ്ണത തേടുന്നവരും അവരെ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ദാമോദരൻ. ഭക്ഷണം, വേദങ്ങൾ, ദേവന്മാർ, അമൃത് എന്നിവയെ കൃഷ്ണി എന്ന് വിളിക്കുന്നു. ഇത് എല്ലായ്പ്പോഴും എന്റെ ഗർഭപാത്രത്തിലായതിനാൽ ഞാൻ കൃഷ്ണിയുടെ ഗർഭപാത്രമാണ്. എന്നെക്കുറിച്ച് ഋഷിമാർ പറയുന്നു, ഭാവിയിൽ വീണുപോയ ത്രിമൂർത്തികളെ രക്ഷിക്കൂ, കാരണം 1-2 പേർ അതിനെ നശിപ്പിച്ചു. ഭാവിയിൽ നിന്ന് എന്നെ കൃഷ്ണി എന്ന് വിളിച്ചപ്പോൾ ബ്രഹ്മാവിന്റെ പുത്രൻ ഉയർന്നുവന്നു. ഭൂമിയെ ചൂടാക്കുന്ന സൂര്യന്റെയും അഗ്നിയുടെയും ചന്ദ്രന്റെയും കിരണങ്ങളാണ് എന്റെ മുടി. ഞാൻ അവയിലൂടെ കടന്നുപോകുന്നതിനാൽ സർവശക്തരായ ഋഷിമാർ എന്നെ കേശവ എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് എന്റെ പേര് കേശവ. ദേവിയുടെ അനുഗ്രഹമാണ്. അഗ്നി സോമയുമായും അതിന്റെ യോനിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ മുഴുവൻ ഭൗതിക ലോകവും അഗ്നിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പുരാണങ്ങളും പറയുന്നു, അഗ്നിമുഖമുള്ള ആത്മാവിന് ഒരു കണ്ണുണ്ട്. ദേവന്മാരും അഗ്നിമുഖമുള്ളവരാണ്. അതിനാൽ രണ്ടിനും ഒരു കണ്ണുള്ളതിനാൽ അവർക്കിടയിൽ പരസ്പര ആനന്ദത്തിന്റെ ഒരു വികാരമുണ്ട്. അവർ ലോകത്താൽ സമ്പന്നരാണ്. ശ്രീകൃഷ്ണ അർജുന സംഘം. അർജുനൻ ചോദിച്ചു, ഹേ മധുസൂദന, പണ്ടത്തെ അഗ്നിമുഖമുള്ള ആളുകൾ എങ്ങനെയാണ് ഏക കണ്ണുള്ളവരായത്? എനിക്ക് ഇതിനെക്കുറിച്ച് സംശയമുണ്ട്, അത് നീക്കുക. ഭഗവാൻ മറുപടി പറഞ്ഞു, ഓ പാണ്ഡുവിന്റെ പുത്ര, എന്റെ തേജസ്സുകൊണ്ട് ഈ പ്രപഞ്ചം പണ്ട് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ഞാൻ നിന്നോട് പറയാം. കേൾക്കൂ. 1004 ചക്രങ്ങൾക്ക് ശേഷം ലയന സമയം വന്നു.
എല്ലാ അദൃശ്യ ജീവികളും ഒന്നിച്ചു. ഭൂമിയില്ല, വായുമില്ല, തീയില്ല, ലോകം മുഴുവൻ ജലസമുദ്രമായി. രാത്രിയോ പകലോ മരിച്ചില്ല, ജീവിച്ചിരിപ്പില്ല, പ്രത്യക്ഷമോ പ്രകടമോ അല്ലാത്ത ഒരേയൊരു ജീവി ബ്രഹ്മൻ മാത്രമുണ്ടായിരുന്നപ്പോൾ ഈ അവസ്ഥയിൽ നാരായണന്റെ ഗുണങ്ങളുടെ വാസസ്ഥലമായ ഭഗവാൻ ഹരി പ്രത്യക്ഷപ്പെട്ടു. അക്ഷയനും നാശമില്ലാത്തവനും അറിയപ്പെടാത്തവനും അസാധ്യനും സത്യനും അഹിംസാത്മകനും ചിന്താരത്നവും വിവിധ പ്രവണതകളാൽ സമ്പന്നനും അജയനും വിനാശകനും നാശമില്ലാത്തവനും ജീവനില്ലാത്തവനും സർവവ്യാപിയും സർവശക്തനും ശാശ്വതനും ഇരുട്ടുകൊണ്ട് നശിപ്പിക്കപ്പെടാത്തവനും. ഇതിന് ശ്രുതി വേദ സ്രോതസ്സുകളുമുണ്ട്. നാസിതഹോ ന രതിർച്ചിന സദാസിന്ന സദാസിത് തമേവ പുരസ്തദ്ഭവത് വിശ്വരൂപം. അവൾ ഒരു ലോകോത്തര രാഷ്ട്രീയക്കാരിയാണ്. നാശസമയത്ത് പകലോ രാത്രിയോ ഇല്ല, മരണമോ അമരത്വമോ ഇല്ല, ഇരുട്ട് മാത്രം. എല്ലാ ബ്രഹ്മരൂപങ്ങളിലും രാത്രിയുണ്ട്. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഞാൻ വീണ്ടും എഴുതട്ടെ. ബ്രഹ്മാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുന്നതിനായി ഇരുട്ടിൽ ജനിച്ച മനുഷ്യൻ തന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നിഗന്ധമുണ്ടാക്കി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഭൂതശർക്കന്റെ സൃഷ്ടിക്ക് ശേഷം പ്രത്യുൽപാദന പ്രക്രിയയിലൂടെ ബ്രഹ്മാവും ക്ഷത്രിയരും സൃഷ്ടിക്കപ്പെട്ടു. സോമൻ ബ്രഹ്മമാണ്, ബ്രഹ്മാവ് ബ്രഹ്മമാണ്, അഗ്നി ക്ഷത്രിയനാണ്. ലോകമെമ്പാടും അറിയപ്പെടുന്നതിനാൽ ബ്രഹ്മാവ് ക്ഷത്രിയനേക്കാൾ ശക്തനാണ്. ബ്രഹ്മാവിനേക്കാൾ വലിയ ഒരാളെ മുമ്പ് സൃഷ്ടിച്ചിട്ടില്ല. ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിൽ ഒരു യാഗം കത്തുന്ന അഗ്നിയിൽ ഒരു യാഗമായി മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ദിവ്യമായ സ്വർഗം സൃഷ്ടിച്ച് ദിവ്യശരീരം സ്ഥാപിച്ചുകൊണ്ട് ബ്രഹ്മാവ് 3 ലോകങ്ങളെയും വലയം ചെയ്യുന്നു. ഈ ആശയം പ്രകടിപ്പിക്കുന്ന ഒരു മന്ത്രവുമുണ്ട്. ദ്വാമൻ യജ്ഞ ഹോദാ വിശ്വേശം ഹിതോ ദേവാനാം മനുഷ്യാനാം സ ജഗതിഥി. ഹേ അഗ്നി, നീ ത്യാഗത്തിന്റെ നാഥനാണ്. എല്ലാ ദേവന്മാരുടെയും മനുഷ്യരുടെയും ലോകത്തിന്റെയും ക്ഷേമം നീ ആഗ്രഹിക്കുന്നു. വിശ്വാസനേ യജ്ഞം തം ഹോദേതി തം ഹിതോ ദവം മനുപ്രയാർജഗത് ഇതി. ഹേ അഗ്നി, നീ എല്ലാ യാഗങ്ങളുടെയും നാഥനാണ്. ദേവന്മാരുടെയും മനുഷ്യരുടെയും ലോകത്തിന് ക്ഷേമം കൊണ്ടുവരുന്നു എന്നൊരു ചൊല്ല് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യാഗങ്ങളുടെ സ്രഷ്ടാവ് അഗ്നിയല്ലേ? ആ അഗ്നി ബ്രഹ്മമാണ്. കാരണം മന്ത്രങ്ങളില്ലാതെ യാഗമില്ല, മനുഷ്യനില്ലാതെ തപസ്സില്ല. അഗ്നി കലർന്ന മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ദേവന്മാരെയും മനുഷ്യരെയും ഋഷിമാരെയും ആരാധിക്കുന്നത്. അതിനാൽ ഹേ അഗ്നി, അഗ്നിയാഗത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യരിൽ ആരാണ് അഗ്നിയജ്ഞം നടത്താൻ യോഗ്യൻ? അതായത് ബ്രാഹ്മണൻ. ആ യാഗം ബ്രാഹ്മണന് ഗുണം ചെയ്യുമോ? ആ യാഗം ക്ഷത്രിയർക്കും വൈശ്യർക്കും ഗുണം ചെയ്യുമോ? അതിനാൽ അഗ്നിയുടെ അവതാരങ്ങളായ ബ്രാഹ്മണർ മാത്രമാണ് യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആ യാഗം ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നു. ദേവന്മാർ ലോകത്തെ പ്രീതിപ്പെടുത്തുന്നു. ശതപഥ ബ്രാഹ്മണത്തിൽ ബ്രാഹ്മണന്റെ വായെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണന്റെ വായയിലൂടെ യാഗം അർപ്പിക്കുന്ന ജ്ഞാനി കത്തുന്ന അഗ്നിയിൽ യാഗം അർപ്പിക്കുന്നു. അഗ്നിയുടെ അവതാരങ്ങളായ പണ്ഡിത ബ്രാഹ്മണരും അഗ്നിയുടെ ആരാധകരായി മാറുന്നു. അഗ്നി വിഷ്ണുവാണ്. അത് എല്ലാ ജീവജാലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു, ആത്മാവിനെ ഉൾക്കൊള്ളുന്നു. ഈ സന്ദർഭത്തിൽ ചാനുദുകുമാർ പാടിയ ശ്ലോകമുണ്ട്. ബ്രഹ്മാവ് ആദ്യ സൃഷ്ടിയെ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് ഉറവിടമായവർക്ക് അവർ അമർത്യരാണ്. ബ്രഹ്മാവിന്റെ വചനത്താൽ സ്വർഗത്തിലേക്ക് പോകുന്നു. സത്യത്തേക്കാൾ വലിയ ഒരു അധ്യാപകനില്ല. ബ്രാഹ്മണനേക്കാൾ വലിയ സമൃദ്ധിക്ക് കാരണമില്ല. വേദങ്ങൾ, പുരാണങ്ങൾ, ചരിത്രം എന്നിവ അനുസരിച്ച് ബ്രാഹ്മണർ നാരായണ രൂപയുടെ മക്കളാണ്. അദ്ദേഹം സർവശക്തനും സർവവ്യാപിയും സർവവ്യാപിയുമാണ്. സംസാര നിയന്ത്രണ സമയത്ത് അദ്ദേഹം ആദ്യം ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചു. ദാതാവും വരദാതാവും ദേവന്മാരുടെ നേതാവും. മറ്റ് ജാതികൾ ബ്രാഹ്മണരിൽ നിന്നാണ് ജനിച്ചത്. അതിനാൽ ബ്രാഹ്മണർ സുരനേക്കാൾ മികച്ചവരാണ്. പണ്ട് ഞാൻ ബ്രഹ്മാവിനെപ്പോലെ സുരന്മാരെയും അസുരന്മാരെയും മഹർഷികളെയും ഭൂതങ്ങളെയും സൃഷ്ടിച്ചു, സ്ഥാപിച്ചു, അടിച്ചമർത്തി.